സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യുന്നു. BLOമാരെ പൂർണ്ണമായി SRയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. വിവരങ്ങൾ MS വീണയാണ് നൽകുന്നത്. വീണ, ഈ SIRമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പുതിയ വോട്ടർ പട്ടിക അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? തീർച്ചയായും ഗൗതം, അതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ 4-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ, വിവരശേഖരണമാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കരമനയിലെ മേലാറന്നൂർ 13-ാം നമ്പർ വാർഡിലാണ്. ഈ ഒരു വാർഡിൽ ഇപ്പോൾ BLO സ്വീറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള വിവരശേഖരണം നടക്കുകയാണ്. നമുക്ക് ആ വീടുകളിലേക്ക് എത്തി വോട്ടർ ലിസ്റ്റിൽ പേരുള്ള പഴയ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ വിശദാംശങ്ങളൊക്കെ എടുക്കുകയാണ്. ആ ഫോമൊക്കെ നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓരോ വീടുകളിൽ വന്ന് ആ ലിസ്റ്റുകളിലുള്ളവരുടെ വിശദാംശങ്ങളും ഒപ്പം എന്തെല്ലാം രേഖകളാണ് നൽകേണ്ടതെന്നും ഒക്കെ ഇതിൽ വിശദമായി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് BLOയോടും ഒപ്പം തന്നെ വീട്ടുകാരോടും ഒക്കെ പ്രതികരണം തേടേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് BLOയോട് ചോദിക്കാം. അപ്പോൾ ഇന്നു മുതൽ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ SIRൻ്റെ ഭാഗമായിട്ട് ഫോം ഡിസ്ട്രിബ്യൂഷന് വന്നിരിക്കുകയാണ്. ഇപ്പം ഈ വീട്ടിലെ ഒരു 4 വോട്ടുണ്ട്. അവരുടെ ഫോം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരിത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഞാൻ വന്ന് വാങ്ങാം. എന്തെങ്കിലും സംശയം ഉള്ളതുണ്ടെങ്കിൽ അവിടെ ഞാൻ ഫില്ല് ചെയ്തോളാം. ബാക്കിയൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് വയ്ക്കുക. ഫോട്ടോ മാറ്റണമെങ്കിൽ അവിടെ ഒരു പുതിയ ഫോട്ടോ ഒട്ടിക്കുക. ചില വീടുകളിൽ ഇപ്പോൾ ലിസ്റ്റിൽ പേരില്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ്? ഇപ്പോൾ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് നമുക്ക് പുതിയ ഫോം 6 എന്ന് പറഞ്ഞൊരു ഇതിൽ ചെയ്ത് വിടാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ നമ്മുടെ എന്യൂമറേഷൻ ഫോമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇല്ലാത്തവരുടെ ലിസ്റ്റ് നമ്മൾ ശേഖരിച്ചിട്ട് അവർക്ക് ആപ്പ് ഓൺ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഫോമിൽ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത്? ഈ ഫോമിൽ ഫസ്റ്റ് കാണിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഇലക്ഷൻ ID ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ മാതാവിൻ്റെ പേര്, അങ്ങനെ പിന്നെ അവരുടെ എപ്പിക് നമ്പർ, വോട്ടേഴ്സ് ID നമ്പർ. പിന്നെ ഈ ഫോമിൽ തന്നെ 2002 ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് അവർക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ബാക്കി ഇവരുടെ സൈൻ. പിന്നെ ഇവരുടെ ഫോട്ടോസ് പഴയ ഫോട്ടോ ആയിരിക്കും മിക്കവാറും പേർക്ക്. അപ്പോൾ അവർക്കൊരു പുതിയ ഫോട്ടോ വേണമെങ്കിൽ ആ ഫോട്ടോയും കൂടെ അതിൽ ഒട്ടിച്ചു തരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൊതുവെ ആൾക്കാർക്കുള്ളൊരു സംശയം എന്നുള്ളത്, ഈ വീടുകളിൽ ഇപ്പോൾ വിദേശത്തുള്ളവരുണ്ട്, വിദ്യാഭ്യാസത്തിനായി പുറം നാടുകളിലേക്ക് പോയവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ്? ഇവിടെ സ്ഥിരതാമസക്കാർ ആണ്. അവരിപ്പോൾ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ബന്ധുക്കൾ, അച്ഛനോ അമ്മയോ ചേച്ചിയോ ചേട്ടനോ ആരാണെന്ന് വെച്ചാൽ അവരിത് ഫില്ല് ചെയ്ത് തന്നാൽ മതിയാവും. സമയപരിധി എങ്ങനെയാണ്? ഇതിപ്പോൾ എന്ന് ഫില്ല് ചെയ്താണ് നൽകേണ്ടത്? ഇപ്പോൾ എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടായിരിക്കണമെന്ന് ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഫോം ഫില്ല് ചെയ്തിട്ട് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെയും ഇതനുസരിച്ച് ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും. സമയമുണ്ട്, അവർ നന്നായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് തന്നാൽ മാത്രം മതി. സംശയങ്ങൾ ചോദിക്കുന്നുണ്ടോ ഓരോ വീടുകളിൽ എത്തുമ്പോൾ? സംശയം മാത്രമേ ഉള്ളൂ. ഇതിപ്പം 23 വർഷത്തിന് ശേഷമുള്ള ഒരു വോട്ടർ പട്ടിക. അപ്പോൾ ഒത്തിരി സംശയങ്ങൾ അവർക്കുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. പൊതുവിൽ ഈ പലതരത്തിൽ ഇപ്പം 2002 പട്ടികയിൽ ഇല്ലാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചിലർക്ക് രേഖകൾ 12 രേഖകളിൽ ഏതെങ്കിലുമൊക്കെ നൽകണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ രേഖകൾ എങ്ങനെയാണ്? ആ നമ്പർ എഴുതി ചേർക്കേണ്ടതാണോ അതോ അത് പകർപ്പാണോ നൽകേണ്ടത്? അല്ല, അവരുടെ ഇപ്പം ആധാർ കാണും, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇത് കാണും. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഈ ഫോമുമായിട്ട് വെച്ചിട്ട് ഇവർക്ക് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ EROയ്ക്ക്. അപ്പോൾ അവർ ഹിയറിങ്ങിന് വിളിക്കുന്നതായിരിക്കും. 2002 ഇതില്ലാത്തത് കൊണ്ട് അങ്ങനെയാണ്. അവരുടെ അത് നോക്കിയതിന് ശേഷം അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഓരോ ബൂത്തുകളിലും ചിലപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫോം ഇന്ന് ഫില്ല് ചെയ്ത് തരുന്നു. ഒരു ഫോമാണോ നൽകുന്നത് ഒരാൾക്ക്, അതോ 2 ഫോമാണോ? ഫോമാണ് ഞങ്ങൾ ഒരാൾക്ക് 2 ഫോമാണ് കൊടുക്കുന്നത്. ഈ 2 ഫോം ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം അവർക്ക് അവരുടെ റെസിപ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരങ്ങളൊക്കെ ഇതിലിപ്പോൾ ചെയ്യാം. അതിനാണ് ഈ ഫോം കൊടുക്കുന്നത്. നമ്മുടെ വോട്ടർ പട്ടികയിൽ എല്ലാ തിരുത്തലുകളും മാറി ഇത് നന്നായിട്ട് കിട്ടാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കൽ, അതാണ് മെയിൻ ഉദ്ദേശം. സഹകരിക്കുന്നുണ്ട് ആൾക്കാരുടെ ഭാഗത്ത്. സംശയങ്ങളുടെയൊക്കെ എങ്ങനെയാണ് ചില വീടുകളിലേക്ക് എത്തുമ്പോൾ? എല്ലാവർക്കും സംശയങ്ങൾ ഇതും ഉണ്ട്. ഞങ്ങളിതിപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു ശുദ്ധീകരിച്ച് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടാനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഒക്ടോബർ 7 വരെ സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെ പേര് ചേർക്കാൻ കഴിയാത്ത 18 വയസ്സ് പൂർത്തിയായവർക്ക് ഇതിലൂടെ
ചെയ്യാൻ പറ്റും. ഫോം 6 നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതിൽ കൂടെ അവരുടെ ഫോട്ടോയും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഇതും അച്ഛൻ്റെ അമ്മയുടെ ഏതെങ്കിലും ഒരു എപ്പിക് അത് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോം ഇപ്പോൾ ശേഖരിക്കും. നമ്മുടെ ആപ്പ് ഇപ്പം ഓപ്പൺ ആവുന്ന ഇപ്പം SIR മാപ്പിങ്ങിനാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ നമ്മളത് ചെയ്ത് വിടുന്നതായിരിക്കും. തീർച്ചയായും ഗൗതം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഫോറമുകൾ, ഓരോ വീടുകളിലും എമ്യൂറേഷൻ ഫോറമുകൾ കൊണ്ടെത്തിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 300ഓളം ഫോമുകളാണ് BLOയുടെ നേതൃത്വത്തിലുള്ളത്. കൃത്യമായി പഴയ പട്ടികയുടെ, അതായത് 2000 തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയുടെ പരിഗണന, ആ ഒരു ലിസ്റ്റിലുള്ള പേരുകളിലുള്ള വീടുകളിൽ എത്തുകയും ഒപ്പം തന്നെ ഫോട്ടോ പതിപ്പിച്ചതാണ് ആ ഫോറം ഉള്ളത്. 2 ഫോറമാണ് നൽകുക. ഇത്രയും സുതാര്യമായി നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് തത്സമയം ഒരു BLOയ്ക്കൊപ്പം എത്തി ഒരു വീട്ടിലെത്തിയ ആ ദൃശ്യങ്ങൾ പകർത്തിയത് വളരെ നന്നായി, കേരളം പോലെയൊരു സംസ്ഥാനത്ത്. കാരണം ഈ SIR എന്ന് പറയുന്നത് എന്തോ വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നടത്തുകയാണ്. പക്ഷേ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ ഇവിടെ നടക്കുന്ന വോട്ടെടുപ്പ് സുതാര്യമായിരിക്കണം. അതിലേക്ക് എവിടുന്നെങ്കിലുമൊക്കെ വന്നു കയറി അനധികൃതമായി കടന്നു കയറിയ ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും അവർ വോട്ട് കുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലാണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇത്തരമൊരു പ്രോസസ്സ്, ഇത്തരമൊരു എക്സസൈസിന് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത്. പക്ഷേ വീണ ഇപ്പോൾ ലൈവായി കാണിക്കുന്ന ദൃശ്യം തന്നെ ഒരു BLO എത്തുന്നു, അവർക്ക് വീടുകളിലേക്ക് കയറിയിരുന്ന് ഒരു കസേരയിട്ടിരിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ മലയാള ഭാഷയിൽ തന്നെ പറഞ്ഞ് പരിഹരിച്ചാണ് ഓരോ BLOമാരും വീടുകൾ വിട്ടിറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് വീണ? ഈ അടിസ്ഥാനം തന്നെ പൊളിയുന്നതിൻ്റെ നേർചിത്രമാണ് ജനൻ TV പുറത്തുവിടുന്നത് ഗൗതം. കാരണം നമ്മളൊരു BLOയുടെ ഒപ്പം എത്തി യഥാർത്ഥത്തിൽ എന്താണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വാസ്തവം ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് പല സംശയങ്ങളും കാണാം. സാധാരണക്കാരാണ്, കേരളത്തിൽ നടപ്പാക്കുന്നതാണ്. ഒരു ഭാഗത്ത് പലതരത്തിലുള്ള വിമർശനങ്ങളും തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സംശയങ്ങളടക്കം ദൂലീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന, പൊതുജനങ്ങൾക്ക് സാധിക്കും. ഇതുപോലെ BPLO വീട്ടിലെത്തുന്നു, വീട്ടിലെത്തിയതിനു ശേഷം ആ ഫോറം നൽകുന്നു. ഫോറത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കൃത്യമായി വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിലെ ആളുകൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫോറമൊക്കെ ലഭിച്ചു, സംശയങ്ങളൊക്കെ മാറുന്നു. മോൻ്റെ പേരില്ല, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയമൊക്കെ ഇപ്പോൾ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു, പൂരിപ്പിക്കാനുള്ളത് പറഞ്ഞു തന്നു. മനസ്സിലായപ്പോ സംശയങ്ങൾ, ചില സംശയങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. വാർത്തകളിലൂടെ പട്ടിക പുതുക്കുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായിരുന്നു. മോൻ്റെ പേരില്ലായിരുന്നു, ഇങ്ങനെ അതൊന്നും ശരിയായിട്ടു. അപ്പൊ ഇത്തരത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറി എന്ന് പറയുകയാണ്. സീരിയൽ നമ്പർ 153 മകൻ്റെ പേര് ഇതിലുണ്ട്. എന്യൂമറേഷൻ ഫോം നമുക്ക് വില്ലേജിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഫോമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ എന്യൂമറേഷൻ ഫോം കിട്ടുമ്പോൾ അതുകൂടെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഗൗതം, ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരെ ദൂരീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് നടപടികൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടുകാർക്ക് മകൻ്റെ പേരില്ല, മകളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്കും അപേക്ഷ കൊണ്ടെത്തിക്കാവുന്നതാണ്. ഈ ഫോറം ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് പൂരിപ്പിച്ചതിന് ശേഷം BLOമാർ തന്നെ തിരിച്ചു വന്ന് ഈ ഫോം വാങ്ങിക്കുന്നതായിരിക്കും. കളർ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിൽ ആ ഒരു ഫോറത്തിൽ നൽകുന്നത് പഴയ ഫോട്ടോയാണുള്ളത്. ആ ഫോട്ടോയ്ക്ക് പകരം പുതിയ ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ്. മാത്രമല്ല പഴയ വോട്ടർ ലിസ്റ്റിലെ വിവരങ്ങളും പൂരിപ്പിക്കുവാനുള്ളൊരു ഭാഗം ഈ ഫോറത്തിൽ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാള ഭാഷയിൽ തന്നെയാണ് ഈ ഒരു ഫോറം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ BLOമാർ നേരിട്ട് വീട്ടിലെത്തി വീട്ടുകാരുമായി സംസാരിക്കുന്നു. ഇപ്പോൾ സ്ഥലത്ത് ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്കും ഇതിൽ പേര് ചേർക്കുവാനുള്ള അവസരങ്ങൾ അത് നൽകുമെന്നാണ്. ഓൺലൈനായിട്ടുള്ളൊരു അവസരം കൂടി, ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി നൽകുമെന്നുള്ളതാണ്. ഇപ്പോൾ നേരിട്ട് വീടുകളിലേക്ക് എത്തുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീട്ടുടമസ്ഥൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. മകൻ്റെ പേരിലല്ലോ, മകളുടെ പേരിലല്ലോ, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ദൂരീകരിക്കുവാനുള്ളതും ഒപ്പം തന്നെ ഫോട്ടോ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരശേഖരണം ആണ് നടത്തുന്നത്. ആ സംശയങ്ങൾ മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനുമുള്ള അവസരം കൂടി ഒരു ഘട്ടത്തിൽ കിട്ടുകയാണ്. ഇത് സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങളും ചില പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് BLOമാർ നേരിട്ടെത്തി ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുമ്പോൾ അത് ദൂരീകരിക്കുകയാണ്. അതിന്റെ നേർസാക്ഷ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ
വീണയുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാജ വാർത്തകൾ പടുത്തുവിടുകയാണ് മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ. അതിനാൽ തന്നെ BLOയ്ക്കൊപ്പം എത്തി ഇത് എന്താണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം പോസിറ്റീവായ ഒന്നാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നത് കൃത്യമായി തന്നെ തത്സമയം റിപ്പോർട്ട് ചെയ്തു എന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. വീണയാണ് കരമനയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.